1500ഓളം ഇന്ത്യക്കാരായ ഉം. കുക്കികളെ ഉം. ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ജൂതന്മാരാന്ന് പറഞ്ഞു. ഉം. അതിനെക്കുറിച്ച് സാറിന് എന്ത് തോന്നുന്നു? ലജ്ജ തോന്നുന്നു എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ലജ്ജ തോന്നുന്നത് അവരെക്കുറിച്ച് ഓർത്തിട്ടും അത് കണ്ടിട്ട് കൈയടിക്കുന്ന ഇന്ത്യക്കാരെക്കുറിച്ച് ഓർത്തിട്ടും ലജ്ജ തോന്നുന്നു. അടുത്ത ഇന്ത്യ വിഭജനത്തിൻ്റെ ആദ്യത്തെ പടി വെട്ടി തുറന്നേക്കാണ്. ഇതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ കുറേ ആദിവാസികൾ, അവർ ക്രിസ്ത്യാനികളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, പാകിസ്ഥാൻകാർ വന്ന് മുസ്ലിങ്ങളാക്കിയിട്ട് 1500 പേരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും അവർ പാകിസ്ഥാൻ്റെ കൊടിയൊക്കെ വീശി സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് വിമാനത്തിൽ കയറി പോവുകയും ചെയ്ത് കണ്ടാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? പാകിസ്ഥാൻ ശത്രുരാഷ്ട്രമായതുകൊണ്ടും പൊതുവിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വിടവുള്ളതുകൊണ്ടും അത് കാണുമ്പോൾ ദേഷ്യവും രോഷമൊക്കെ വരുമായിരിക്കും അല്ലേ? അത് തന്നെയാണ് എവിടെയും തോന്നേണ്ടത്. അങ്ങനെയെങ്കിൽ അതിനെക്കുറിച്ച് ആകെ ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഭീകരവാദം കൊണ്ട് അടിവെച്ച് നിൽക്കുന്ന തോക്കെടുത്ത് പോരാടുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ 1500 പേര് അങ്ങ് പോയി, ഒഴിവാക്കി തന്നു. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെങ്ങനെ അവർ ഇന്ത്യയുടെ ശത്രുക്കളായി? കുക്കി വിഭാഗത്തിൽപ്പെട്ട ഭീകരവാദികൾ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട്, നമ്മുടെ പട്ടാളക്കാരുമായിട്ട്, നമ്മുടെ സുരക്ഷാ സൈനികരുമായിട്ട് നിരന്തര സംഘർഷത്തിലാണ്. പക്ഷെ ഇവരെങ്ങനെ ജൂതന്മാരായത്? അവർ ജൂതന്മാരല്ല. ഈ ഒന്നാമത്തെ കാര്യം, ലോകത്ത് പലയിടത്തും പല ജൂത സമൂഹങ്ങളുണ്ട് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ കോൺസെപ്റ്റ് തെറ്റാണ്, നുണയാണ്. അത് മനഃപൂർവ്വം ഇസ്രായേലിൻ്റെ PR വർക്ക് ചെയ്യുന്നവർ പരത്തുന്നൊരു നുണയാണ്. അത്ര ഒരു നുണയാണ്. കേരളത്തിലെ ക്രൈസ്തവർ, സുറിയാനി ക്രൈസ്തവർ പണ്ട് ജൂതന്മാരായിരുന്നു എന്നൊരു നുണയാണത്. അങ്ങനെ തെളിവൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നത് ദ്രാവിഡരാണ്, ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അവർ കുറച്ചു കാലം അവർ പറഞ്ഞു നടന്നു, ഞങ്ങൾ ബ്രാഹ്മണർ മതം മാറിയാണ്. അപ്പം AD 52 സെൻറ്റ് തോമസ് കേരളത്തിൽ വന്നൊന്നും ബ്രാഹ്മണരുടെ മതം മാറ്റിയെന്നും ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ചരിത്രം പറയുന്നു 5-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ബ്രാഹ്മിൻസ് കേരളത്തിൽ വരുന്നത്. അപ്പോൾ പിന്നെ 1-ാം നൂറ്റാണ്ടിൽ സെൻറ്റ് തോമസ് ആരെയാണ് മതം മാറ്റിയത്? അപ്പോൾ ഇവിടെയുള്ള നായരോ ഇഴവനെയോ പുലയനോ ഒക്കെ മതം മാറ്റണം എന്ന് പറയേണ്ടി വരില്ലേ? അത് കുറച്ചില്ല, കുറച്ച് പേർക്ക്. അവസാനം ജൂത തിയറി അവനും സ്വീകരിച്ചു. അങ്ങനെ ഇവിടെ ഈ ജൂത തിയറി പറഞ്ഞു വരുത്താൻ കുറേ പേരുണ്ടായിട്ടുണ്ട് ഓൾറെഡി. ചിലരെ സംബന്ധിച്ച് നായരോ ഇഴവനോ ഒക്കെയാണ് മതം മാറിയെന്ന് പറയാനുള്ള ബുദ്ധിമുട്ട്. അവർ ജൂതനാണ് മതം മാറിയത് എന്ന് ഭയങ്കര ഗമയിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ വടക്കേ ഇന്ത്യയിലും വേറൊരു കൂട്ടം ആൾക്കാർ പറയണമെന്ന് വെച്ചാൽ, അപ്പം അവരുടെ വിശ്വാസപ്രകാരം ആദ്യം ഉണ്ടായത് ആദത്തിൻ്റെ പിൻഗാമികളെല്ലാം തന്നെ ആ ജൂയിഷ് ഇതിലാണല്ലോ വരേണ്ടത്. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ മനുഷ്യരുണ്ടായി. സ്വാഭാവികമായിട്ട് അവർ ആദത്തിൻ്റെ പിൻഗാമികളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിയർ എന്നൊക്കെ പറയേണ്ട ജൂതന്മാർ തന്നെയാണ് എന്ന് വേണം ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേര് ചില സാധനം പടച്ചിറക്കി വിട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ജനത ബഹുഭൂരിഭാഗം വരും. എന്നാലും അവർ കൂടുതലും അപ്പർ കാസ്റ്റ് എന്നുള്ള വിഭാഗത്തിൽപ്പെട്ടവരെ ജൂതന്മാരൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവരെയും അവർ ജൂതന്മാരായിട്ട് ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇന്ത്യയിൽ പല പല ഗ്രൂപ്പുകളും ഇങ്ങനെ ജൂതന്മാരുണ്ട്. അവർ പിന്നീട് മതം മാറിപ്പോയതാണ്. അപ്പോൾ ജൂതന്മാർ മാറി പിന്നെ ഹിന്ദുക്കളായി എന്നൊരു കോൺസെപ്റ്റാണ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില ബ്രാഹ്മിൻ ഗ്രൂപ്പുകൾ, ഉത്തരേന്ത്യയിൽ പല ഗ്രൂപ്പുകൾ അങ്ങനെയുണ്ട്. അതിലൊരെണ്ണമാണ് ഈ കുക്കി. ഇത് വളരെ ബോധപൂർവം പ്ലാൻ ചെയ്യപ്പെട്ടൊരു സാധനമാണ്. ഈ ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ 1948 ജൂതന്മാർക്ക് വേണ്ടി രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. അത് കുറച്ച് ജൂത ബാങ്കേഴ്സ് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഒരു ലെറ്റർ എഴുതുകയും, ബ്രിട്ടൻ ആയിരുന്നല്ലോ ഒട്ടോമൻ സാമ്രാജ്യത്തെയൊക്കെ തകർത്ത് ഈ പ്രദേശങ്ങളിൽ കുറേ ഇസ്ലാമിക ഭരണകൂടങ്ങളെ സൃഷ്ടിച്ചത്, രാജഭരണത്തെയൊക്കെ. അക്കൂട്ടത്തിൽ കുറച്ച് ഒഴിവായിട്ട് കിടന്നൊരു ലാൻഡ് ജെറുസലേമിന് ചുറ്റുമുള്ളിടത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ജൂതന്മാരെ കൊണ്ടുവന്ന് ജൂതരാഷ്ട്രം ഉണ്ടായി. പക്ഷേ ചരിത്രം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2000 വർഷമായിട്ട് ജൂതന്മാരും ക്രൈസ്തവരും തമ്മിൽ സംഘർഷമായിരുന്നു. ആ സംഘർഷം വലിയ കൊലകളിലേക്ക് നയിച്ചിട്ടുണ്ട്. പൊതുവായൊരു ക്രൈസ്തവ വിശ്വാസം പണ്ടേ നിലവിലുള്ളത് ജൂതന്മാരാണ് ക്രിസ്തുവിനെ കൊന്നത് എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെപ്പോഴും ജൂതന്മാർക്കെതിരായിരുന്നു. ഏതാണ്ട് 700 വർഷം മുമ്പ് ഇസബെല്ല റാണിയുടെ കാലത്ത് സ്പെയിനിൽ 2 ലക്ഷം ജൂതന്മാരെ കൊന്നു എന്ന് പറയുന്നുണ്ട്. ഹിറ്റ്ലർ 60 ലക്ഷം ജൂതന്മാരെ കൊന്നു എന്ന് പറയുന്നു. ഇതിനൊരു അടിസ്ഥാന കാരണം എന്താ? യേശുവിനെ കൊന്നത് ജൂതന്മാരാണ് എന്നുള്ള ചിന്ത. അപ്പോൾ അതിനകത്ത് ക്രിസ്തീയത അവരുമായിട്ട് അടിവെച്ചാണ്. ഈ ക്രിസ്ത്യാനിറ്റി ഉണ്ടായ കാലം 2000 വർഷം മുമ്പ് യേശു ജനിച്ചിരുന്നു, ജീവിച്ചിരുന്നു, വിശ്വസിക്കപ്പെടുന്നു. ആ കാലം തൊട്ട് അടുത്ത 300 കൊല്ലത്തേക്ക് ജൂതന്മാർ ക്രിസ്ത്യാനികളെ ഭംഗിയായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. കാരണം അങ്ങനെ ഒരു പുതിയ മൂവ്മെൻറ്റ് ജൂത സമൂഹത്തിൽ നിന്നുണ്ടായത് അവരിഷ്ടപ്പെട്ടില്ല. AD 3-4 നൂറ്റാണ്ടോട് കൂടിയിട്ട് തിരിച്ചായി.
പിന്നെ ക്രിസ്ത്യാനികളായി ജൂതന്മാരെ പഞ്ഞിക്കിടുന്നത്. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ പല ക്രിസ്തീയ രാജാക്കന്മാരും റാണികളും പിൽക്കാലത്ത് വന്ന ഒരു ഏകാധിപതിയൊക്കെ ഇങ്ങനെ ജൂതന്മാരെ കൊന്നൊടുക്കി. എന്തായാലും 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതി കഴിഞ്ഞപ്പം ഇസ്രായേലുകാർ തന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഇങ്ങനെ അകലം വന്നാൽ ശരിയാവില്ല, ഇനിയും ഇതുപോലെ കൊല്ലപ്പെടാൻ ആകെ 60 ലക്ഷം ജൂതന്മാരെ പിന്നെ ഉണ്ടാവുള്ളൂ. 60 ലക്ഷം പേരെ ഹിറ്റ്ലർ തന്നെ കൊന്നല്ലോ, അത്ര എണ്ണം ബാക്കിയില്ല. അപ്പോൾ അവർ ചില പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ക്രിസ്ത്യാനിറ്റി ആയിട്ട് ഒരു സഹവർത്തിത്വത്തിൽ പോവുക. ഇപ്പോൾ കേരളത്തിലൊക്കെയാണ് നമുക്കറിയാം വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥയാത്ര എന്ന് പത്രത്തിൽ പരസ്യം കാണാറുണ്ട്. അപ്പോൾ അതിനു മുമ്പ് കേരളത്തിലെ ക്രൈസ്തവർ ഈ ഇസ്രായേലിനെയൊക്കെ വിശുദ്ധ നാടായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ മേല, അല്ലെങ്കിൽ ജൂതന്മാരെ അത്രയ്ക്ക് സ്പെഷ്യലായിട്ട് കണ്ടിട്ടുണ്ടോ. പക്ഷേ അത് വന്നോട് കൂടിയിട്ട് ഒരു മാനസിക ഐക്യം ഇവർക്കിടയിൽ ഡെവലപ്പ് ചെയ്ത പോലെ വന്നു. അനേകം ക്രിസ്തീയ സമൂഹങ്ങൾ, അനേകം ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ പലയിടത്തുണ്ടല്ലോ, ഇവർ പലരും തന്നെ ഭയങ്കര ഇസ്രായേൽ സപ്പോർട്ടേഴ്സായിട്ട് മാറി. ഇതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദുക്കൾക്കിടയിൽ നല്ല കളി കുറേ PR കളിച്ചു. ഹിന്ദുക്കൾക്കും വളരെ വേണ്ടപ്പെട്ടവരാണ് ജൂതന്മാർ എന്നൊരു സംഭവം ക്രിയേറ്റ് ചെയ്തു. കാരണം എന്താ, ഇത് പൊതുവായിട്ട് ഹിന്ദു സമൂഹത്തിന് ഇസ്ലാമിക സമൂഹമായിട്ടൊരു അകലമുണ്ട്. പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിന് രാജ്യമുള്ളതിൻ്റെ പ്രശ്നമുണ്ട്. ഇതേപോലെ ഇസ്രായേൽ ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളായിട്ട് കലഹിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആക്രമണത്തിന് വിധേയരായ ഒരേ തൂവൽ പക്ഷികളായിട്ട് ജൂതന്മാരെയും ഹിന്ദുക്കളെയും ചിത്രീകരിക്കാൻ കുറച്ച് പേരുണ്ടായി. അങ്ങനെ ഹിന്ദുക്കളുടെ ഇടയിൽ വ്യാപകമായിട്ട് ഒരു ജൂത പ്രതിപത്തി വളർന്നു. ഇസ്രായേലിനോട് വലിയ മാനസിക അടുപ്പം. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിലും BJP വന്നതിന് ശേഷം ഇസ്രായേലുമായിട്ട് അതിനു മുമ്പുണ്ടായിരുന്ന അകലം വേണ്ട, നമ്മൾ സമതുല്യമായ രാഷ്ട്രങ്ങൾ ഒരുമിച്ച്, എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും ഒരുപോലെ ഇന്ത്യ കാണുന്നത്, അതുപോലെ നന്നായിട്ട് ഇസ്രായേലിനെ കാണാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് തലേ കയറ്റി വെച്ചിട്ടൊന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രിമാരും കൂടെ പോകാറുണ്ടായിരുന്നില്ല, പക്ഷേ മോഡിയൊക്കെ പോയിട്ടുണ്ട്. അത് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനാണ്, അല്ലാതെ നമ്മൾ മാനസികമായിട്ട് ജൂതൻ അടിമപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമല്ല അത് ചെയ്തേക്കണം. പക്ഷേ ഇവിടെ ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ ഒത്തിരി പേര് ജൂതന് മാനസികമായിട്ട് അടിമപ്പെട്ടു. അതൊരു ഭാഗത്തുണ്ടായി. മറുവശത്ത് ഈ ജൂത PR വർക്കുകാർ ഇന്ത്യയിലെ പല കമ്മ്യൂണിറ്റീസിനെയും അവർ ജൂതന്മാരായിരുന്നു, പിന്നീട് ഹിന്ദുവായി മാറിയതാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് മാറിയതാണ് എന്നാക്കിയെടുത്തു. കുക്കികൾ അങ്ങനെ തന്നെയാണ്. കുക്കികൾ ആദിവാസികളാണ്. ആദിവാസിയെ ഒരു പ്രത്യേക മതമായിട്ട് പരിഗണിക്കണം, അങ്ങനെ പരിഗണിക്കാം. വേണ്ട, അവർ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അങ്ങനെ ആവാം. അവർ സിനോ ടിബറ്റൻ വംശീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, ചൈനീസ് മുഖമുള്ള ആൾക്കാർ. ഈ ജൂതന്മാരിൽ എങ്ങനെയാണ് ഈ ചൈനീസ് മുഖമുള്ള ആൾക്കാരുണ്ടാവുന്നത്? ഇത് അത്ഭുതമല്ലേ? അതിന് ആകെ ഒറ്റ കാരണമേ പറയാനുള്ളൂ, മതപരമായ വിശ്വാസപ്രകാരം ആദാമിൻ്റെ പിൻഗാമികളാണെന്നും അതുകൊണ്ടതാവുമെന്നും മാത്രമേ പറയാനുള്ളൂ. അത് ലോകത്തിൻ്റെ പ്രശ്നമല്ല, അതൊരു ക്രിസ്ത്യൻ പ്രോബ്ലം മാത്രമാണ്, ഒരു ക്രിസ്തീയമായ വിശ്വാസത്തിൻ്റെ പ്രോബ്ലം മാത്രമാണ്, അല്ല സയൻറ്റിഫിക് അല്ല, ഒരിക്കലും ശാസ്ത്രീയമല്ല. അങ്ങനെയൊന്നും ഇല്ല, ആദം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആദത്തിൽ നിന്ന് ഹവ്വയിൽ പൊട്ടിമുളച്ചതല്ല ഈ ലോകം എന്ന് പറയുന്നത്. ഇത് പരിണാമത്തിൽ കൂടെ ഉണ്ടായതാണ്. മനുഷ്യന് അനേക ലക്ഷം കോടിക്കണക്കിന് വർഷം കൊണ്ട് മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണ്. അങ്ങനെ ആ പരിണാമത്തിൽ ഒരാദമില്ല, ഒരു ഹവ്വയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിൻഗാമികൾ ഒരു കൂട്ടർ അവിടെ പോയിട്ട് ജൂതന്മാരവിടെ പോയി അധിവസിച്ചു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടർ എന്തിന് ജൂതന്മാരാക്കി? ഇതാണ് ഇസ്രായേലിൻ്റെ തന്ത്രം. അവർക്ക് ഏതെങ്കിലുമൊക്കെ രാജ്യത്തെ ഭാവിയിലേക്ക് വിഘടിപ്പിക്കാനോ വിഭജിക്കാനോ അവിടെ സ്വാധീനം ചെലുത്താനോ താല്പര്യമുണ്ടെങ്കിൽ അവരവിടെ ഒരു ജൂത തിയറി പ്ലാൻ ചെയ്യും. അതിൻ്റെ ഭാഗം അപ്പോൾ ഇന്ത്യയെ നാളെ വിഭജിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായിട്ട് തീർച്ചയായും ഇന്ത്യയെ വിഭജിക്കാൻ തന്നെയാണ്. ഒന്നുകിൽ മതപരമായിട്ട് അവരോടെടുത്ത് നിൽക്കുന്ന ഒരു മതവിശ്വാസത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ വിഭജിപ്പിക്കുക, തമ്മിലടിക്കുക. കാരണം ജൂതന് താല്പര്യമില്ലാത്ത, ഇല്ലേ ജൂത മതാദർശങ്ങളുണ്ടായ മതങ്ങൾക്കേ താല്പര്യമില്ലാത്ത ഒരു സംസ്കാരമാണ് ഇന്ത്യക്കുള്ളത്. അത് ലോകത്തെ ഏറ്റവും മികച്ച സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ഇവിടുത്തെ ജനതയ്ക്ക് പ്രിസർവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. അത് ഇവർ ചെയ്യുന്നുമുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത അനേകം ഗ്രൂപ്പുകളുണ്ട്. ഇതിനകത്ത് ജൂതന്മാരുടെ വംശീയതയും ജൂതന്മാരുടെ വർഗീയതയും അവരുടെ ബിസിനസ് താല്പര്യങ്ങളും മൂന്നും കൂടി ഒരുമിച്ചാണ് നിൽക്കുന്നത്. ജൂതൻ്റേതാണ് ഈ ലോകത്തെ പ്രധാനപ്പെട്ട പല ബിസിനസ്സുകളും. ലോകത്തുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ പ്രധാനപ്പെട്ട ഷെയർ മുഴുവൻ അവൻ്റെയാണ്. എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അവന് ചൈനയൊന്നും വിൽക്കാൻ പറ്റത്തില്ല. സാംസ്കാരികമായിട്ട് അവനുമായിട്ട് ഒത്തു നിൽക്കാത്ത രാജ്യമാണ് ചൈന. അതേസമയം ചൈനക്കാരെ മുഴുവൻ കൺവേർട്ട് ചെയ്ത് ക്രിസ്തീയ രാഷ്ട്രമാക്കിയിരുന്നെങ്കിൽ ജൂതൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് വിറ്റ് പോകണം അവിടെ ആകുമായിരുന്നു. ഫിലിപ്പീൻസ് പോലുള്ള രാജ്യത്ത് അവർക്ക് പരമസ്വാധീനമുണ്ട്. അമേരിക്കൻ പ്രോഡക്ട്സും ഒക്കെ ധാരാളം വിറ്റ് പോകുന്ന ഒരു സ്ഥലമാണ്. അവരുടെ അണ്ടറിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാനസികമായിട്ട് പാശ്ചാത്യരോട് അടിമപ്പെട്ട് നിൽക്കും മതം മാറിപ്പോയാൽ. ഇത് സത്യമാണ്. ഇതിനു വേണ്ടി മതം മാറ്റിക്കാൻ അവനുണ്ട്. ഈ ജൂതൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് മാനസികത്വം ഉണ്ടാകാൻ വേണ്ടി മനുഷ്യനെ ജൂതനായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല.
ക്രിസ്ത്യാനിയായിട്ട് മാറിയാൽ മതി. ബൈബിളിൻ്റെ പഴയ നിയമം എന്ന് പറയുന്നത് ജൂയിഷ് തിയറീസ് ആണല്ലോ. അപ്പം ക്രൈസ്തവ സമൂഹമായിട്ട് മാറിയാൽ മതി. സ്വാഭാവിക അനുഭാവം ഡെവലപ്പ് ചെയ്തോളൂ. കാരണം ഇസ്രായേലിയരെ പറ്റി അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്, ജൂതഗോത്രത്തെ പറ്റി പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു കുഴപ്പമാണത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ ഇവിടെ ജൂതന്മാരാണെന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നിട്ടോ അവരായുധമെടുത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് പോരാടുകയാണ്. കുക്കികൾ. ഭീകരവാദം ഉണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടായൊരു ഭീകരവാദമാണ്. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടു കൂടി ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും IDF ആണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇത് നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ ഒന്നുകൂടെ തെളിവാക്കുന്നതാണ് അവിടെയുള്ള ആൾക്കാർ ജൂതന്മാരാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നത്. അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അവരങ്ങ് ജൂതന്മാരല്ല, അവർ ആദിവാസികളായിരുന്നു. അവർ മതം മാറി ക്രൈസ്തവരായി. അത്തൊരു ക്രൈസ്തവ ഗ്രൂപ്പിനകത്തേക്ക് നിങ്ങൾ ക്രൈസ്തവരല്ല, നിങ്ങൾ ആദിവാസികളല്ല, നിങ്ങൾ ജൂതന്മാരാണെന്നൊരു സാധനം കുത്തിവെച്ചു. അവർ വിശ്വസിക്കുന്നു, ആയുധം എടുക്കുന്നു. ഞങ്ങൾ ഇന്ത്യക്കാരല്ല, ഞങ്ങൾ ഏതോ വിദേശ രാജ്യത്തിൻ്റെ ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്നു. ഇത് തുടക്കമാണ്. നമ്മൾ ഭയക്കണ്ട, നമ്മൾ കാണണ്ട. ഈ ഇന്ത്യ വിഭജിക്കാൻ പോകുന്ന വേറൊരു പ്രക്രിയയുടെ തുടക്കമാണിത്. ഇതുപോലെ ഇന്ത്യയിലൊരു 10 കമ്മ്യൂണിറ്റീസിനെ ജൂതന്മാരാക്കി പ്ലാൻ ചെയ്താൽ അത് മതി ഇന്ത്യ വിഭജിക്കാൻ. കുക്കികൾ മുഴുവൻ ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്നു, ആയുധം എടുത്ത് പോരാടുന്നു. ഇതുപോലെ ബീഹാറിലും UP-യിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും ടോട്ടലി വേണം 10 സ്റ്റേറ്റ് എടുത്തു. 10 ഭീകരവാദം ഇന്ത്യയുടെ സ്ഥിതി എന്തായിരിക്കും? അത് തന്നെയാണ് അവന്മാർ ഉദ്ദേശിക്കുന്നത്. ഒരു വശത്ത് മതപരിവർത്തനം നടത്തുന്നു, അവർക്കൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിറ്റീസിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. CSR ഫണ്ട് വഴി മതപരിവർത്തനത്തിന് ഫണ്ട് വരണ്ടല്ലോ. വിദേശ കമ്പനികളുടെ CSR അവർ ചില NGOസിന് ഫണ്ട് കൊടുക്കുന്നു, ഉപയോഗിച്ച് മതം മാറ്റുന്നു. വേറെടുത്ത് മാവോവാദികൾ ഭീകരവാദം ഉണ്ടാക്കുന്നു, അവർക്കും ഫണ്ട് കൊടുക്കുന്നത് ഇതേ മൾട്ടിനാഷണൽ കമ്പനീസ് തന്നെയാണ്. വിദേശ ഫണ്ടാണ് ഈ വരുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് മാവോവാദി ഭീകരവാദം നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പം 10-24 വിദേശ ഡെബിറ്റ് കാർഡുകളായിട്ടൊരുത്തിനെ പിടിച്ചതും അതിൻ്റെ പുറകെ അന്വേഷണം നടന്നതും 95 കോടി രൂപ USA നിന്ന് വന്നിട്ട് ഇവിടെ മാവോവാദി മേഖലയിൽ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം മതപരിവർത്തനത്തെയും മറുവശത്ത് ഭീകരവാദത്തെയും ഒരേ ഗ്രൂപ്പ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ആത്യന്തികമായിട്ട് ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ തന്നെയാണ്. CIA-യും മൊസാദും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ വിഭജിക്കാനുള്ള തുടക്കമാണ് കുക്കികളിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. അതെ, ഇതൊരു കുക്കി കമ്മ്യൂണിറ്റി. ഇതുപോലെ കുറേ കമ്മ്യൂണിറ്റീസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ജാതീയമായ വിഭജനങ്ങളുണ്ട്, ജാതികൾക്കിടയിലുള്ള പ്രശ്നങ്ങളുണ്ട്, മേൽത്തട്ട് കീഴ്ത്തട്ട് തുടങ്ങിയുള്ള ബഹളങ്ങളൊക്കെ ഉണ്ട്. ചില കൂട്ടർ സമ്മാനത്തിന് അനുകൂലമായിട്ടും ചിലർ എതിരായിട്ടും സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇടയ്ക്കുള്ള പണ്ടേ ഉണ്ടായിരുന്ന ജാതീയ അകലത്തെ വൈരാഗ്യമാക്കി മാറ്റുന്ന ഒത്തിരി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് പലരും കൃത്യമായിട്ട് കുത്തിവയ്ക്കുന്നുണ്ട്, ഈ വൈരാഗ്യം. ഇത്തരം വൈരാഗ്യങ്ങൾ പരസ്പരം നിൽക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ജനതയെ നിങ്ങൾ അതല്ലായിരുന്നു കേട്ടോ, നിങ്ങളിതായിരുന്നു, നിങ്ങൾ ജൂതന്മാരായിരുന്നു എന്നും പറഞ്ഞ് ജൂതന്മാരാകുക. ഈ ജൂതന്മാരാകുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നത്? കാരണം ജൂതൻ എന്തോ മഹത്തരമായ സാധനമാണെന്ന് ലോകം മുഴുവൻ PR വർക്ക് നടത്തി വെച്ചിട്ടുണ്ട്. ജൂതിന് ബുദ്ധി കൂടുതലാന്ന് പ്രചരിപ്പിച്ചേക്കുക. ഒരു ബുദ്ധിയില്ല, നോർമൽ ബുദ്ധി തന്നെയുള്ളൂ, പ്രത്യേകിച്ച് കൂടുതൽ ബുദ്ധിയൊന്നുമില്ല. അവർ സവിശേഷമായൊരു ജനിതകമാണെന്ന് പ്രചരിപ്പിക്കുന്നു. ഒരിക്കലുമല്ല, പല പല ജനിതകങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ലോകത്ത് തന്നെ ഒരു കാലഘട്ടത്തിൽ ജനിതകത്തിൻ്റെ കാര്യം പറയുന്ന ഏറ്റവും നാണം കെട്ട സമൂഹമാണ് ഇവന്മാർ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ അടിമകളായിരുന്നു. ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്, അതിലെ ഉൽപ്പത്തി പുസ്തകത്തിന് ശേഷം പുറപ്പാട് പുസ്തകമൊക്കെ ഉണ്ട്. അത് വായിച്ചറിയാം, ജൂതന്മാർ ഫറവോകളുടെ അടിമകളായിരുന്നു എത്രയോ നൂറ്റാണ്ടുകൾ. ഈ അടിമവംശം ഉടമവംശമായിട്ട് മിക്സ് ആകും, സ്വാഭാവികമാണ്. അങ്ങനെ ഒരു മിക്സ് ഉള്ളൊരു അടിമവർഗം മാത്രമാണ്. പിന്നെ അവരുടെ അന്നത്തെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ? പിരമിഡ്സാണ്. ഈ അടിമകളെ കൊണ്ട് ചാട്ടവാർന്ന് തല്ലി പണിയെടുപ്പിച്ചുണ്ടാക്കിയ സാധനമാണ് ഈ പിരമിഡുകൾ എന്ന് പറയുന്നത്. അത് അവസാനം അവിടുന്ന് കുറേ പേര് ഓടിപ്പോകുന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വാഗ്ദത്ത ഭൂമിയുണ്ട്. വന്നു കഴിഞ്ഞ ശേഷമാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. അവർ സ്ഥലത്ത് ചെന്നു, അവിടെ അവരുടെ എണ്ണം കൂടി അവർ പെരുകിക്കഴിഞ്ഞ് അവിടെയുള്ള ആൾക്കാരെ തല്ലി ഇറക്കിയിട്ട് അവർ പറയുക ഇത് ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണ്. ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് വിശ്വാസപരമായ സാധനം മാത്രം, അത് യാഥാർത്ഥ്യമാവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ പിടിച്ചെടുത്തു. പിൽക്കാലത്ത് സാമ്പത്തികമായിട്ട് ഉന്നമനം വരാൻ വേണ്ടി ഇവർ പഠിച്ചത് പണം പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഷേക്സ്പിയറുടെ നാടകങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലേറ്റവും ഒരു നിന്ദ്യമായ കഥാപാത്രം ജൂതനാണ്, ഷൈലോക്ക്. അതെ, ഷൈലോക്കിൻ്റെ കൊള്ളപ്പലിശ വാങ്ങാനുള്ള ആരുടെയും കഴുത്തറത്ത് എന്തും ചെയ്ത് പലിശ വാങ്ങാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഷേക്സ്പിയർ അതിനെ പരിഹസിക്കുന്നുണ്ട്, അതിനെ വിമർശിക്കുന്നുണ്ട് ഒരു നാടകത്തിലൂടെ. അപ്പം വെനീസിൽ തന്നെ വ്യാപാരി അല്ലേ, അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ജൂതൻ എന്ന് പറയുന്നത് അപഹാസ്യരായ ഒരു വർഗ്ഗമാണ്. കാരണം 1947 ശേഷമുള്ള ഒരു ഇന്ത്യ വിഭജനത്തിലേക്കാണ് ഇസ്രായേൽ ഇന്ത്യനെ കൊണ്ടുപോകുന്നത്. 47 ഇന്ത്യ വിഭജിച്ചതിന് ശേഷം ഇനി ഇന്ത്യ വിഭജിക്കുകയാണെങ്കിൽ
അതിന് പുറകിൽ ഈ ഇസ്രായേലും ഇവരുടെ തന്ത്രങ്ങളുമായിരിക്കും. കാരണം പാകിസ്ഥാൻ നോക്കി ഇന്ത്യ വിഭജിക്കപ്പെടില്ല, അത് നടക്കില്ല. പക്ഷേ ഇവർ ആരും അറിയാതെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലെ ജനതകളെ ഇന്ത്യക്കെതിരാക്കി തിരിക്കുന്ന വേറൊരു വംശമാണ്, വേറൊരു ഗ്രൂപ്പാണ്, വംശീയമായിട്ട് നമ്മൾ ഇന്ത്യക്കാരല്ല, നമ്മൾ വേറൊരു ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞ് ഒരു വിഷം കുത്തിവെച്ച് ഇന്ത്യ വിരുദ്ധരാക്കി മാറ്റുന്നൊരു തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുക്കികൾ എന്ന് പറയുന്ന ആദിവാസികൾ. അവർ ക്രൈസ്തവരായിട്ട് മതം മാറി, ഓക്കെ, പക്ഷേ അവരിപ്പോൾ ജൂതന്മാരായിട്ട് മതം മാറിയിട്ടുണ്ട്. ഈയിടെയാണ് അവർ ജൂതന്മാരായത്, പണ്ടൊന്നും ജൂതന്മാരായിട്ടില്ല. അവർക്കിടയിൽ പ്ലാൻ ചെയ്യപ്പെട്ട ഒരു വിഷമാണത്. അവരുടെ കുത്തിവെച്ചിരിക്കുകയാണ് കുറേ പേര്, നിങ്ങളെല്ലാം ജൂതന്മാരാണ്. അങ്ങനെ ഒരു 5000 പേരെയും കണ്ട് ജൂതന്മാരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. അതിൽ നിന്ന് 1500 പേരെ കൊണ്ടുപോയിരിക്കുകയാണ്. അവർ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി പോണ ഇസ്രായേലിൻ്റെ കൊടികൾ ഒക്കെ വീശിക്കൊണ്ട് പാട്ടൊക്കെ പാടി ആഹ്ലാദത്തോടു കൂടിയാണ്. നാണക്കേടാണ് തോന്നിയത്. ഓക്കെ, ഇങ്ങനെയല്ല ഇന്ത്യക്കാരാവേണ്ടത്. ഞാനവരെ ഇന്ത്യക്കാരായിട്ടാണ് കാണുന്നത്, പക്ഷേ അവരെ അങ്ങനെ ആയിട്ടല്ല കാണുന്നത്. ഇതുപോലത്തെ ഗ്രൂപ്പുകൾ ഇനിയും ഉണ്ടാവും. ഇസ്രായേൽ സ്നേഹിതരായിട്ടുള്ള പല ഗ്രൂപ്പുകളും പലയിടത്തും ഉണ്ടാവും. അത്തരം ഗ്രൂപ്പുകൾ കൊണ്ടായിരിക്കും ഇന്ത്യ വിഭജനം നടക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കരുതിയിരിക്കണം, എന്നത്തേക്കും കരുതിയിരിക്കണം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനല്ല, ചൈനയല്ല, അത് ഇസ്രായേലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.